നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPLൻ്റെ താരലേലമൊക്കെ കഴിഞ്ഞ് സ്ക്വാഡുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ടീമുകളും 25 സ്ലോട്ടുകളും ഫില്ല് ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ ടീമുകൾ പൂർണ്ണമായ സന്ദർഭത്തിൽ നമ്മൾ IPL 2026 സ്ക്വാഡ് അനാലിസിസ് ആരംഭിക്കുകയാണ്. എല്ലാ ടീമുകളുടെയും സ്ക്വാഡുകൾ പരിശോധിക്കുന്ന ഒരു വീഡിയോ സീരീസാണിത്. അതിൻ്റെ ആദ്യ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് CSKയെക്കുറിച്ചാണ്. CSK അവരുടെ ഫിലോസഫിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, സാക്ഷാൽ സ്റ്റീഫൻ ഫ്ലെമിംഗ് തന്നെ ഇന്നലെ പറഞ്ഞതാണ്. അതായത് ഗെയിം വളർന്നതിനൊപ്പം, T20 എന്ന ഗെയിം വളർന്നതിനൊപ്പം ഞങ്ങളുടെ വളർച്ച ഒരല്പം സ്ലോവിലായി പോയി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൻ്റെ പകുതിയോടുകൂടിയാണ് ഞങ്ങൾ ആ ഒരു ബിഗ് ഷിഫ്റ്റ് നടത്തിയത്. അപ്പോൾ പ്ലെയേഴ്സ്, റിസേർവ്സിലുണ്ടായിരുന്ന പ്ലെയേഴ്സ് വരികയും മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. ആ ഒരു ഷിഫ്റ്റാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. ചിലപ്പോൾ നമുക്ക് ആ തിയറീസും ഫിലോസഫീസും, പഴയ തിയറീസും ഫിലോസഫീസും ഒക്കെ പാസ്റ്റ് സക്സസിൻ്റെ പേരിൽ നമുക്കതിൽ കടിച്ചു തൂങ്ങി കിടക്കാം. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം കഴിഞ്ഞ തവണത്തെ സീസണിൻ്റെ പകുതി വെച്ച് ഞങ്ങൾ കണ്ടെത്തി. ഇനി ആ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് CSK എക്സ്പീരിയൻസ് ഫസ്റ്റ് എന്നുള്ള അവരുടെ വിഖ്യാതമായ ആ തിയറിയിൽ നിന്നും മാറിയിരിക്കുന്നു. മറിച്ച് T20യുടെ വളർച്ചയ്ക്കൊപ്പം അതനുസരിച്ച് ഓടാൻ പറ്റുന്ന യുവതാരങ്ങളുടെ ഒരു മിക്സ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഓപ്ഷനിൽ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും, ആ ഒരു സ്വഭാവം. CSKയുടെ മിനി ഓപ്ഷനിൽ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് പേഴ്സുമായിട്ടാണ് അവർ വന്നതെന്ന് കാര്യം ഓർക്കണം. 43.4 കോടി അവർ കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ 2/3 അവർ സ്പെൻഡ് ചെയ്തത് 2 അൺക്യാപ്ഡ് പ്ലേയേഴ്സിന് വേണ്ടിയിട്ടാണ്. അറിയാലോ, പ്രശാന്ത് വീറിനും അതുപോലെ തന്നെ കാർത്തിക് ശർമ്മക്കും വേണ്ടി 14.2 കോടി, 19 വയസ്സുകാരനും 20 വയസ്സുകാരനും ഒക്കെ വേണ്ടിയിട്ട് ഇത്രയധികം പണം അവർ സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ സാധാരണ ഉള്ള ഫിലോസഫിയിൽ നിന്ന് വ്യത്യസ്തമാണ്. സോ എക്സ്പീരിയൻസ് ഫസ്റ്റ് അപ്രോച്ചിൽ നിന്ന് അവർ മാറിയിരിക്കുന്നു. പിന്നെ അവർ ഇന്നലെ നടത്തിയ പ്രധാനപ്പെട്ട പിക്ക് എന്ന് പറഞ്ഞാൽ അഖിൽ ഹുസൈനും മാറ്റ് ഹെൻറിയും. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, അവർക്ക് സ്പിൻ ബൗളർ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തി. അതോടൊപ്പം തന്നെ അവർ നടത്തിയിട്ടുള്ളൊരു കാര്യം, മാറ്റ് ഹെൻറി വിദേശ പേസ് ബൗളർ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തി. അതിൽ മുസ്തഫീസുർ റഹ്മാൻ്റെ പിന്നാലെ അവർ പോയി നോക്കി. ചെപ്പോക്കിലേക്ക് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ വിദേശ പേസർ അദ്ദേഹമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കിട്ടിയില്ല. KKR കൊണ്ടുപോയി. ക്യാമറൻ ഗ്രീൻ, ഓൾറൗണ്ടർ ക്യാമറൻ ഗ്രീൻ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതും ഇന്നലെ അവർക്ക് ലഭ്യമായില്ല. അതൊഴികെ ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ അവർ നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. അഖിൽ ഹുസൈനെയും മാറ്റ് ഹെൻറിയെയും അവർ സ്ക്വാഡിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. സോ ചെപ്പോക്കിലെ പിച്ചിൽ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വാഡ് നോക്കുമ്പോൾ യുവതാരങ്ങളുണ്ട്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെയുള്ളൊരു വലിയ പ്രശ്നം IPL ഇൻഎക്സ്പീരിയൻസ് അവരുടെ മിഡിൽ ഓർഡറിലും, ബാറ്റിങ്ങിൻ്റെ മിഡിൽ ഓർഡറിലും അതുപോലെ തന്നെ ബൗളിങ്ങിലും വളരെ വ്യക്തമാണ്. അതാണ് ഒരു വീക്ക്നെസ് എന്ന് പറയാനുള്ളത്. പക്ഷേ അതൊക്കെ തലയെപ്പോലുള്ള ഒരാളുടെ തല അവിടെ വർക്ക് ചെയ്യുമ്പോൾ അത് സെറ്റാക്കി എടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. നമ്മളവരുടെ സ്ക്വാഡ് മൊത്തത്തിലിരുന്ന് എടുത്ത് നോക്കിയാൽ ബാറ്റേഴ്സായിട്ട് ഇപ്പോൾ ഉള്ളത് രുദ്രാജ് ഗെയ്ക്വാദ്, ഡേവൽ ഡുബ്രവിസ്, ആയുഷ് മേത്രെ, സർഫ്രാസ് ഖാൻ, മാറ്റ് ഷോട്ട്. പിന്നെ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് സഞ്ജു സാംസൺ, MS ധോനി, ഉർവിൽ പട്ടേൽ, കാർത്തിക് ശർമ്മ. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മികച്ച T20ക്ക് പറ്റിയ തരത്തിലുള്ള ബാറ്റർമാർ ഇപ്പോൾ അവർക്കുണ്ട്. രുദ്രാജ് ഗെയ്ക്വാദും സഞ്ജു സാംസണും ചേർന്ന് ഓപ്പൺ ചെയ്യുന്ന കരുതാം. അല്ലെങ്കിൽ ആയുഷ് മേത്രയും സഞ്ജു സാംസണും ചേർന്ന് വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് അവർക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഡേവൽ ഡുബ്രവിസ് കഴിഞ്ഞ സീസണിൽ പൊളിച്ചടിക്കുക നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഉർവിൽ പട്ടേലിൻ്റെ മികവ് എല്ലാവർക്കും അറിയാം. സർഫ്രാസ് ഖാൻ പഴയ സർഫ്രാസ് ഖാൻ അല്ല, ഇപ്പോൾ അതിവേഗത്തിൽ തട്ടുപൊളിപ്പൻ T20 ക്രിക്കറ്റ് കളിക്കുന്നയാളായിട്ട് മാറിയിട്ടുണ്ട്. 75 ലക്ഷത്തിന് അദ്ദേഹത്തെ എത്തിക്കാൻ പറ്റിയത് ഒരു പക്ഷേ CSKക്ക് ഗുണകരമായി മാറാൻ സാധ്യതയുണ്ട്. ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ളയാളുമാണ്. മേ ബി അദ്ദേഹത്തിനും IPL ഒരു ബ്രേക്ക് ത്രൂ ഇയർ ആവാനുള്ള സാധ്യത നമുക്ക് കാണാം. പിന്നെ മാറ്റ് ഷോട്ടിനെ പോലെയുള്ള വിദേശ താരത്തിൻ്റെ സാന്നിധ്യം. അപ്പം അവരുടെ ബാറ്റിംഗ് ഓക്കെയാണ്.
എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓൾറൗണ്ടേഴ്സ് നോക്കുമ്പോൾ ശിവൻ ദ്യൂബെ, പിന്നെ സാക് ഫോൾസിനെ ടീമിലെത്തിക്കാൻ വേണ്ടി അവർ അവസാനം ശ്രമം നടത്തി. ന്യൂസിലാൻഡ് താരത്തെ അവർ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ രാമകൃഷ്ണ ഘോഷ് ഓൾറെഡി ഉള്ള താരമാണ്. ശ്രേയസ് ഗോപാൽ, ജെയ്മി ഒബേർട്ടൺ, അഖിൽ ഹുസൈൻ, അമൻ ഖാൻ, പ്രശാന്ത് വീർ. ഇതിൽ പ്രശാന്ത് വീർ ബെസ്റ്റ് ബെറ്റാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ ഉള്ളത്. കാരണം രവീന്ദ്ര ജഡേജയ്ക്ക് ഒരു ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻറ്റ് എന്ന തരത്തിലൊക്കെ പറയുന്നവരുണ്ട്. ജഡേജയുടെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ പയ്യനെ അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അവൻ്റെ സ്കിൽ സെറ്റ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ ജഡേജയ്ക്ക് പകരക്കാരനായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അവരുടെ സ്പിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ നൂർ അഹമ്മദും അതുപോലെ രാഹുൽ ചാഹറും. രാഹുൽ ചാഹറിന് വേണ്ടി അവർ നന്നായിട്ട് ശ്രമിച്ചു തന്നെയാണ് എത്തിച്ചത്. കാരണം സ്പിന്നേഴ്സിന് അവർക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നല്ലോ. രവീന്ദ്ര ജഡേജയും അതുപോലെ അശ്വിനും ഒക്കെ പോയതുകൊണ്ട് അവർക്ക് സ്പിന്നർ ആവശ്യമുണ്ടായിരുന്നു. സോ നൂർ അഹമ്മദും രാഹുൽ ചാഹറും. ഫാസ്റ്റ് ബൗളിംഗ് നോക്കുകയാണെങ്കിൽ ഖലീൽ അഹമ്മദ്, നദാൻ എല്ലീസിന് ഒരു ബാക്കപ്പായിട്ട് മാറ്റ് ഹെൻറിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഗുർജപ്നീത് സിംഗ്, അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ എ ടീമിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ദെൻ അൻഷുൽ കമ്പോജ്, മുകേഷ് ചൗധരി. ഇതാണ് CSKയുടെ സ്ക്വാഡ്. ഒരു പവർ പാക്ക്ഡ് സൂപ്പർ സ്ക്വാഡ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും മോശമല്ലാത്ത സ്ക്വാഡുണ്ട്. യുവതാരങ്ങളുടെ നിര, അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുവനിര അതിശക്തമാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രശാന്ത് വീറും അതുപോലെ തന്നെ കാർത്തിക് ശർമ്മയും കൂടാതെ നേരത്തെ ഉണ്ടായിരുന്ന താരങ്ങൾ അവിടെ ആയുഷ് മേത്രയുണ്ട്, ഡേവിഡ് ബ്രെവിസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ, ഉർവിൽ പട്ടേൽ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ഭാവിയിലേക്ക് വലിയ ഗുണകരമായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നൂർ അഹമ്മദും ചെറുപ്പമാണ്. സോ CSKയുടെ സ്ക്വാഡിന് നമ്മൾ എക്സലൻ്റ് സ്ക്വാഡ് എന്നുള്ളത് പറയാൻ കഴിയില്ലെങ്കിലും വെരി ഗുഡ് എന്ന് തന്നെ പറയാം. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ IPL എക്സ്പീരിയൻസ് ഒരു ഇഷ്യൂ ആണ്. എങ്കിലും മികച്ച രൂപത്തിലുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ്. ഇനി അവരുടെ ഒരു ബെസ്റ്റ് 12 നമ്മൾ നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസണും ആയുഷ് മേത്രയും ചേർന്ന് ഓപ്പൺ ചെയ്യുന്ന കരുതാം. നമ്പർ 3 രുദ്രാജ് ഗെയ്ക്വാദ്, നമ്പർ 4 ശിവൻ ദ്യൂബെ, നമ്പർ 5 ഡേവിഡ് ബ്രെവിസ്, ദെൻ നമ്പർ 6 കാർത്തിക് ശർമ്മ, നമ്പർ 7 പ്രശാന്ത് വീർ, നമ്പർ 8 MS ധോനി. ദെൻ നദാൻ എല്ലിസ്, മാറ്റ് ഹെൻറിയോ അഖിൽ ഹുസൈനോ നമ്പർ 10 വരും. അത് പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും കളിപ്പിക്കുക. ദെൻ നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്. സോ ഈ രൂപത്തിലുള്ള മികച്ച ഒരു പ്ലേയിങ് 12 അവർക്ക് പ്രസൻറ്റ് ചെയ്യാനുണ്ട്. ബാക്കി കാര്യങ്ങൾ കളി തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ താരങ്ങളുടെ ഫോം മറ്റും ഒക്കെ വെച്ച് ഇപ്പോഴത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റും. ഈ 3-4 മാസങ്ങൾക്ക് ശേഷമാണ് കളി ആരംഭിക്കുന്നത്. ഏതായാലും ഒരു വെരി ഗുഡ് എന്ന റേറ്റിംഗ് കൊടുക്കാവുന്ന സ്ക്വാഡ് ഇത്തവണ CSKക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.